ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കവിതയാണ്. എ റോഡ് സൈഡ് സ്റ്റാൻഡ് ബൈ റോബർട്ട് ലീ ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ എ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വി ഹാവ് ടു ലേൺ the life and works of Robert Lee Frost. Robert Frost was born on March 26, 1874 in San Francisco, California. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആദ്യം പറഞ്ഞ കാര്യം തന്നെ, അദ്ദേഹം ഒരു അമേരിക്കൻ കവിയാണ്, അമേരിക്കൻ പോയറ്റാണ്. 1874 സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ചു. കാലിഫോർണിയ സിറ്റിയിലാണ് സാൻ ഫ്രാൻസിസ്കോ, അമേരിക്കയിലാണ്. മാർച്ച് 26, 1874 റോബർട്ട് ലീ ഫ്രോസ്റ്റ് ജനിക്കുന്നത്. ഹി ബിലോങ് ടു ന്യൂ ഇംഗ്ലണ്ട്. ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ടെറിറ്ററിയാണ്. ഇംഗ്ലീഷുകാർ ഒരുപാട് അമേരിക്കയിലോട്ടൊരു കാലത്ത് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കൂട്ടമായി ഇംഗ്ലീഷുകാർ മൈഗ്രേറ്റ് ചെയ്ത അമേരിക്കയിലെ റീജിയണെയാണ് ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹവും ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ആളാണ്. ന്യൂ ഇംഗ്ലണ്ട് ഏരിയയിൽ വരുന്ന ആളാണ് റോബർട്ട് ഫ്രോസ്റ്റ്. വെൻ ഹിസ് ഫാദർ ഡൈഡ് ഓഫ് ട്യൂബർക്ലോസിസ് in 1885, he was left penniless. So Frost's personal life was miserable with misfortunes and deaths. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ദുരിതവും ദുഃഖവും ഒക്കെ നിറഞ്ഞതായിരുന്നു. സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ലാത്തൊരു ബാല്യം എന്നൊക്കെ പറയാവുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അതിന് കാരണം, when his father died of tuberculosis in 1885, he was left penniless. 1885 അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടതോട് കൂടിയിട്ട് എന്തായി? ഹി വാസ് ലെഫ്റ്റ് പെന്നിലെസ്. വളരെ ദരിദ്രനായി, പൈസയൊന്നുമില്ലാതെ, വിത്തൗട്ട് എനി മണി. അതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് ഒരു പണവും ഇല്ലാതെ, പൈസയില്ലാതെ അദ്ദേഹം വളരെയധികം ദാരിദ്ര്യത്തിലായി. ഇൻ 1900 ഹിസ് മദർ ഡൈഡ് ഓഫ് ക്യാൻസർ. 5 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയും ക്യാൻസർ ബാധിച്ച് മരിക്കുകയുണ്ടായി. എ സ്ട്രീക്ക് ഓഫ് മെൻ്റൽ ഇൽനെസ് റാൻ ത്രൂ ഹിസ് ഫാമിലി ആൻഡ് മെനി ഓഫ് ദം ഇൻക്ലൂഡിങ് ഹിംസെൽഫ് സഫേർഡ് ബോട്ട്സ് ഓഫ് ഡിപ്രഷൻ. പിന്നീട് അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വിഷാദരോഗ കാരണം, ഡിപ്രഷൻ കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പലരും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹവും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫ്രോസ്റ്റ് അടക്കം ഒരുപാട് ആളുകളെ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം, വിഷാദരോഗം എന്ന് പറഞ്ഞ സംഭവം വളരെയധികം വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. One of his sons committed suicide and his daughter had a complete nervous breakdown. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മകൾക്ക് മനോനില തകരുന്ന ഒരു അവസ്ഥയിലും എത്തിയിട്ടുണ്ടായിരുന്നു. ഓഫ് ഹിസ് 6 children only 2 have survived. അദ്ദേഹത്തിന് 6 മക്കൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ 2 കുട്ടികൾ മാത്രമാണ് സർവൈവ് ചെയ്തത്. ഫാമിംഗ് വാസ് ഹിസ് ഫസ്റ്റ് ലവ് ആസ് എ പ്രൊഫഷൻ, ബട്ട് ഫൈൻഡിങ് ഹിംസെൽഫ് എ ഫെയിലിയർ, ഹി സോൾഡ് ഹിസ് ഫാം ആൻഡ് ടുക്ക് ടു ടീച്ചിങ് ആൻഡ് റൈറ്റിംഗ്, ബോത്ത് ഓഫ് വിച്ച് പ്രൂവ്ഡ് വെരി സക്സസ്ഫുൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിനൊരു കൃഷിക്കാരനാവാൻ വേണ്ടിയിട്ട് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃഷി സംരംഭങ്ങളൊക്കെ വളരെയധികം നഷ്ടത്തിൽ കലാശിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭൂമി വിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിനുണ്ടായിരുന്ന കൃഷിസ്ഥലം അദ്ദേഹം വിൽക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ഹി ടുക്ക് ടു ടീച്ചിങ് ആൻഡ് റൈറ്റിംഗ്. അദ്ദേഹം ടീച്ചിങ്, അധ്യാപനം ഒക്കെ തുടങ്ങി, എഴുതാനും ഒക്കെ തുടങ്ങി.
പക്ഷെ അതിൽ അദ്ദേഹം വളരെയധികം സക്സസ്ഫുള്ളായി, അദ്ദേഹം അസാമാന്യമായ ഒരു വിജയം കൈവരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. A reading of Frost's poems would reveal that he frequently employed the rural life of New England as the setting of his poems, and he depicted it through language and situations familiar to common man. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് റൂറൽ ലൈഫാണ്, ഗ്രാമീണ ജീവിതമാണ്, ഗ്രാമത്തിലുള്ള ആളുകളുടെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രധാന തീം. അതുമാത്രമല്ല, അദ്ദേഹം ജീവിച്ചിരുന്ന ന്യൂ ഇംഗ്ലണ്ട് ടെറിട്ടറിയിലെ ഗ്രാമീണ ജീവിതം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വളരെയധികം ദൃശ്യമായിരുന്നു. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം ഉണ്ടായിരുന്നിട്ടുണ്ട്. മെനി ഓഫ് ഫ്രോസ്റ്റ് പോംസ് എക്സ്പ്ലോർ ദി ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പാവപ്പെട്ട ആളുകളുടെ, സാധാരണക്കാരായ ആളുകളുടെ ജീവിതമാണ് വരച്ചു വച്ചിരുന്നത്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മെനി ഓഫ് ഫ്രോസ്റ്റ് പോംസ് എക്സ്പ്ലോർ ദി ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള അടിസ്ഥാന ചോദ്യങ്ങൾ അദ്ദേഹം ഉയർത്തിയിരുന്നു. ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മളെന്തിന് ജനിച്ചു, നമ്മളെന്തിന് ജീവിക്കുന്നു, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം, നമ്മൾ ഈ ഭൂമിയിൽ രാവിലെ നേരം വെളുക്കുമ്പോൾ എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുറേ തണ്ടി തിരിഞ്ഞ് നടക്കുന്നു, കടന്നുറങ്ങുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്താണ്, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഇത്തരം ചോദ്യങ്ങൾ അദ്ദേഹം തുടർച്ചയായി ഉയർത്തിക്കൊണ്ടിരുന്നു. അങ്ങനത്തെ ഒരു കവിയാണ് റോബർട്ട് ലീ ഫ്രോസ്റ്റ്. As Harriet Monroe observes, there is a foxy New England persona and character in Frost's works who unravels the human reaction to nature's processes. He was America's most widely read poet as a national celebrity. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കവിത ഞാൻ പറഞ്ഞു, അദ്ദേഹം വളരെ ഫിലോസഫിക്കലാണ്. ആളുകളെ, സാധാരണക്കാരായ ആളുകളെക്കുറിച്ച് ഒരുപാട് എഴുതിയിരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ന്യൂ ഇംഗ്ലണ്ട് ടെറിട്ടറിയുടെ ഒരു മൊത്തം പൊതു സ്വഭാവം കണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹാരിയറ്റ് മൺറോ, അദ്ദേഹത്തിൻ്റെ സമകാലികനും ക്രിട്ടിക്കായിരുന്ന ഒരാളാണ് ഹാരിയറ്റ് മൺറോ. അദ്ദേഹത്തിൻ്റെ കവിതകളെ ഒബ്സർവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം പറയുന്നത്, ഹി വാസ് അമേരിക്കാസ് മോസ്റ്റ് വൈഡ്ലി റെഡ് പോയറ്റ്, എ നാഷണൽ സെലിബ്രിറ്റി. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ റിയാക്ഷൻ ടു നേച്ചേഴ്സ് പ്രോസസ്സസ്. പ്രകൃതിയുടെ പ്രവർത്തനങ്ങളോട് മനുഷ്യൻ്റെ ഒരു റിയാക്ഷൻ റിവീൽ ചെയ്ത ഒരു കവിയാണ്. പ്രകൃതിയുടെ പ്രവർത്തനങ്ങളോട് മനുഷ്യൻ്റെ ഒരു പ്രതികരണം, മനുഷ്യൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഹ്യൂമൻ റിയാക്ഷൻ ടു നേച്ചേഴ്സ് പ്രോസസ്സസ്. അത് റിവീൽ ചെയ്ത, അത് എടുത്തു കാണിച്ച ഒരു കവിയാണ് റോബർട്ട് ഫ്രോസ്റ്റ്. അതുപോലെ തന്നെ അമേരിക്ക എക്കാലവും സെലിബ്രേറ്റ് ചെയ്ത വലിയൊരു കവിയാണ് റോബർട്ട് ലീ ഫ്രോസ്റ്റ് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഫ്രോസ്റ്റ് വോളിയം ഓഫ് പോയട്രി ഇൻക്ലൂഡ് എ ബോയ്സ് വിൽ പബ്ലിഷ്ഡ് ഇൻ 1913, നോർത്ത് ഓഫ് ബോസ്റ്റൺ 1914, മൗണ്ടൻ ഇൻ്റർവെൽ ഇൻ 1916 ആൻഡ് ന്യൂ ഹാംഷെയർ 1923, വെസ്റ്റ് റണ്ണിംഗ് ബ്രൂക്ക് 1928, എ ഫർദർ റേഞ്ച് 1937 ആൻഡ് മെനി അതേഴ്സ്. സോ he wrote many poems and a collection of poems. ഞാനത് വീണ്ടും പറയുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ അത് കാണാം, വീഡിയോയിൽ തന്നെ കാണാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വർക്കുകൾ എന്നുള്ളത്. ഞാനത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Some of the poems which won Frost great admiration and fame are The Road Not Taken. അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തിയും ഇതൊക്കെ പണവും ഒക്കെ നൽകിയ, അദ്ദേഹത്തിൻ്റെ പീക്കിലെത്തിച്ച ഒരു വർക്ക് എന്നൊക്കെ പറയാവുന്നത് ദ റോഡ് നോട്ട് ടേക്കൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റു വർക്കുകളാണ്. മെൻഡിങ് വാൾ, സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ്, ബേർച്ചേഴ്സ് ആൻഡ് ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ്,
Frost's choice of words, the colloquial rhythm, and the simplicity of his images are akin to the rusticity and honesty of the skithe or the plow. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലിയാണ്. റസ്റ്റിക് ലൈഫിനെ കുറിച്ച് ഒരുപാട് എഴുതിയ ഒരാളാണ്. റസ്റ്റിക് ലൈഫ് എന്ന് പറയുന്ന ഗ്രാമീണത, ഗ്രാമത്തിലെ പാവപ്പെട്ട വളരെ സിമ്പിളായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള കർഷകർ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് എഴുതിയ ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജറിയൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നല്ലവണ്ണം കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇനിയൊരു പോയിന്റ് പറയാനുള്ളത്, ഫ്രോസ്റ്റ് റെഫേർഡ് ടു ഹിംസെൽഫ് ആസ് എ സിനെക്ഡോക്കിസ്റ്റ്. എന്താണ് സിനെക്ഡോക്ക്? സിനെക്ഡോക്ക് നിങ്ങൾക്കുള്ള ഒരു വർക്കാണ്. എന്താണ് സിനെക്ഡോക്ക്? നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ പറ്റിയൊരു പുസ്തകത്തിൻ്റെ പേര് കൂടി ഞാൻ പറയാം. ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ് എന്ന് പറഞ്ഞ ഒരു വർക്കുണ്ട്, MH അബ്രാംസിൻ്റെ. ഇതിൻ്റെ PDF ഒക്കെ കിട്ടും. ഇനി അതൊന്നും വേണ്ട, നിങ്ങളൊന്ന് ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുക. എന്താണ് സിനെക്ഡോക്ക്? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ്. എന്താണ് സിനെക്ഡോക്ക് എന്ന് നിങ്ങൾ എന്നോട് പറയണം. ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇൻഡിവിജ്വലായിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരണം എന്താണ് സിനെക്ഡോക്ക്. അതുപോലെ തന്നെ എന്താണ് മെറ്റോണമി. ഈ രണ്ട് കാര്യങ്ങളും, മെറ്റോണമി, സിനെക്ഡോക്ക്, ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം. I prefer the synecdoche in poetry, that figure of speech in which we use a part for the whole. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു, പക്ഷേ സിനെക്ഡോക്ക് ഇവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മെറ്റോണിമി എക്സ്പ്ലെയിൻ ചെയ്യണം. സിനെക്ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം മൊത്തത്തിൽ പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു പാർട്ട് മാത്രം പറയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഐ ഗോട്ട് എ വീൽ എന്ന ഒരു ടേം ഞാൻ ഉപയോഗിക്കുകയാണ്. ഐ ഗോട്ട് എ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചക്രം വാങ്ങിയെന്നാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ? ഞാനൊരു വണ്ടി വാങ്ങിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ ചക്രം. അപ്പോൾ ഈ ചക്രം എന്നതുകൊണ്ട് മൊത്തം വണ്ടിയെ ആണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കവിതയിൽ അലങ്കാരികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സിനെക്ഡോക്ക്. അപ്പോൾ ഒരുപാട് സിനെക്ഡോക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു കവിയാണ് റോബർട്ട് ഫ്രോസ്റ്റ്. അതുകൊണ്ട് സ്വയം അദ്ദേഹം ഐ പ്രിഫർ ദി സിനെക്ഡോക്ക് ഇൻ പോയട്രി, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഒരു സിനെക്ഡോക്കിസ്റ്റാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഇനി പറയാനുള്ളത്, ഹി ഈസ് എ ഫിലോസഫർ ഹൂ പെനട്രേറ്റ്സ് into the complexities of life and provides us insight as he wanted them to be. His poems begin in delight and end in wisdom. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഹിസ് പോംസ് ബെഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് ഇൻ വിസ്ഡം. ഇതാരുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ചോദിക്കാം. റോബർട്ട് ഫ്രോസ്റ്റുമായിട്ടാണ്. അദ്ദേഹം ഒരു ഫിലോസഫറായിരുന്നു. ഫിലോസഫർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. അദ്ദേഹം ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളിലേക്ക് അദ്ദേഹം ചൂഴ്ന്നിറങ്ങുകയും പല നിഗൂഢതകൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്ക് പറയാം, ഇറ്റ് ബെഗിൻ ഇൻ ഡിലൈറ്റ്, വളരെ സന്തോഷത്തിലാണ് അത് തുടങ്ങുന്നത്. ആൻഡ് എൻഡ് ഇൻ വിസ്ഡം, ഒരു വിവേകത്തോട് കൂടിയിട്ട്, ബുദ്ധിയോട് കൂടിയിട്ടാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ സന്തോഷത്തിൽ തുടങ്ങുകയും ബുദ്ധിയിൽ അവസാനിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ കവിത എന്ന് പറയാം. ദ ബോയ് ഹു ക്ലൈംസ് സ്വിങ്സ് ആൻഡ് ബെൻസ് ഇൻ ദി ബർച്ച് ട്രീസ്. അത് ഏത് വർക്കാണ്? അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ വരുന്ന തീമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ദ ബോയ് ഹു ക്ലൈംസ് സ്വിങ്സ് ആൻഡ് ബെൻസ് ദ ബർച്ച് ട്രീസ്, അദ്ദേഹത്തിൻ്റെ ബർച്ചസ് എന്ന് പറയുന്ന കവിതയുടെ തീമാണത്. The farmer who insists on mending the wall between neighbors, the traveler who is perplexed by the two roads in front of him. അപ്പോൾ ഇതൊക്കെ വേറെ വേറെ വർക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫികളെ കുറിച്ചാണ് പറയുന്നത്. ദ ബോയ് ഹു ക്ലൈംസ് സിങ്സ് ആൻഡ് ബെൻസ് ദ ബർച്ച് ട്രീസ്, ഏതിലാണ് അപ്പിയർ ചെയ്യുന്നത്? ബർച്ചസിലാണിത് വരുന്നത്. ദ ഫാർമർ ഹു ഇൻസിസ്റ്റ് ഓൺ മെൻഡിങ് ദ വാൾ ബിറ്റ്വീൻ നെയ്ബേഴ്സ്,
മെൻഡിങ് വാൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വർക്കാണ് അത്. ദ ട്രാവലർ ഹൂ ഈസ് പെർപ്ലെക്സ്ഡ് ബൈ ദി ടു റോഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഏതാണ് വർക്ക് വരുന്നത്? ദ റോഡ് നോട്ട് ടേക്കൻ. ദ ടയേർഡ് ആപ്പിൾ പിക്കർ ഹൂ ഡ്രീംസ് ഓഫ് അൺപ്ലഗ്ഡ് ആപ്പിൾസ് ലൂമിങ് ലാർജ് ഓൺ ബോസ്. ഏതാണ് വർക്ക്? ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ്. The duty conscious explorer who refuses to be drawn into the lovely dark forest. സോ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അദ്ദേഹം കൊണ്ടുവരുന്ന തീമുകളാണ്, അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഫിലോസഫികളാണ് ഇതിലൊക്കെ കാണിക്കുന്നത്. അതൊരു പ്രത്യേകത തന്നെയാണ്. അദ്ദേഹം ചിന്തിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒരു കുട്ടി മരം കയറുന്നതും ഊഞ്ഞാലാടുന്നതും ബർച്ച് മരങ്ങളുടെ കൊമ്പ് ചായ്ക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കൃഷിക്കാരൻ വേലി കെട്ടുന്നതും തൻ്റെ അയൽക്കാരനുമായി തൻ്റെ സ്ഥലം വേർതിരിക്കുന്നതും, അതുപോലെ തന്നെ ഒരു യാത്രികൻ ഒരു വഴിയിൽ പോകുമ്പോൾ ആ വഴി പെട്ടെന്ന് രണ്ടായി പിരിയുകയും ഏതിലൂടെ പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നതും, അതുപോലെ തന്നെ ആപ്പിൾ പറിക്കുന്ന ഒരാൾ പറിക്കാത്ത അനേകം ആപ്പിളുകളെ പറ്റി സ്വപ്നം കാണുന്നതും, തൻ്റെ ജോലിക്കിടയിൽ ആത്മാർത്ഥതയുള്ള ഒരു നിരീക്ഷകൻ കാടിൻ്റെ വന്യമായ ഭംഗി ആസ്വദിക്കാതെ തൻ്റെ കടമ മാത്രം ചെയ്യുന്നതുമൊക്കെ നാം കാണുന്നുണ്ട്. അതൊക്കെ വ്യത്യസ്തമായ ഫിലോസഫികളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്കില്ല് നമുക്കതിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അദ്ദേഹത്തിൻ്റെ പോയട്രിയുമായി എങ്ങനെ കണക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഫ്രോസ്റ്റ് സ്ട്രോങ്ലി റിയാക്റ്റഡ് അബൌട്ട് വേഴ്സ് ഫോംസ്. അക്കോർഡിംഗ് ടു ഹിം, ഫ്രീ വേഴ്സ് ഈസ് ലൈക്ക് പ്ലേയിങ് ടെന്നീസ് വിത്തൗട്ട് എ നെറ്റ്. വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദ്യമാണ്. പദ്യം നമുക്കറിയാം, ആധുനിക കവിതകളിലൊന്നും നമുക്ക് പാടാനൊന്നും പറ്റില്ല. നമ്മൾ പല കവിതകളും വായിക്കാറുണ്ട്. അത് പക്ഷേ അതിലൊരു റിതം, ഒരു കറക്റ്റ് റിതം ഒന്നുമില്ല. മീറ്ററും ഇല്ല, നോ മീറ്റർ നോ റിതം. ഇത്തരത്തിലുള്ള സാധനമാണ് ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മീറ്ററും റൈമും ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു കവിയായിരുന്നു റോബർട്ട് ഫ്രോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഫ്രീ വേഴ്സ് എന്ന് പറയുന്ന മീറ്ററും റൈമും ഒന്നുമില്ലാത്ത തരത്തിലുള്ള കവിതകളെ, ഒരു വരി ചെറുതായിരിക്കും, ഒരു വരി വലുതായിരിക്കും, അത്തരത്തിലുള്ള കവിതകളെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്തത് എങ്ങനെയാണ്? ഫ്രീ വേഴ്സ് ഈസ് ലൈക്ക് പ്ലേയിങ് ടെന്നീസ് വിത്തൗട്ട് എ നെറ്റ്. ഒരു നെറ്റ് കെട്ടാതെ നമ്മൾ ടെന്നീസ് കളിക്കുന്നത്, ടെന്നീസോ അല്ലെങ്കിൽ ബാഡ്മിൻ്റണോ നെറ്റൊന്നും കെട്ടാതെ നമ്മൾ കളിക്കുന്നത് പോലെയാണ് ഫ്രീ വേഴ്സിൽ കവിത എഴുതുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇൻ 1916, Robert Frost was asked to recite his poem The Gift outright at John F. Kennedy's presidential inauguration. അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലുള്ള ഒരു പിടിപാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു കവി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഹോൾഡിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. 1916 ജോൺ എഫ് കെന്നഡി പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് എന്ന ഫ്രോസ്റ്റിൻ്റെ ഒരു കവിത ഫ്രോസ്റ്റിനോട് ആലപിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത്രയും നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെലിബ്രിറ്റി ആയിരുന്നു റോബർട്ട് ഫ്രോസ്റ്റ്. ഫ്രോസ്റ്റ് വാസ് ദി മോസ്റ്റ് ഹോണേഡ് ആൻഡ് അപ്രീഷിയേറ്റഡ് among the 20th century American poets, having received the Pulitzer Prize 4 times. പുലിറ്റ്സർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട അവാർഡാണ്. അമേരിക്കയിൽ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവാർഡാണ്. അത് കൊളംബിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. സാഹിത്യവും കവിതയും ഫിക്ഷനും അതുപോലെ തന്നെ ജേർണലിസവും അടക്കം 17 ഇനങ്ങളിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് പുലിറ്റ്സർ പ്രൈസ്. അപ്പോൾ 4 പ്രാവശ്യം അദ്ദേഹം പുലിറ്റ്സർ പ്രൈസ് നേടിയിട്ടുണ്ട് കവിതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നോക്കണം അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. 4 തവണ ഈ പുലിറ്റ്സർ അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട്. മോർ ദാൻ 40 ഹോണററി ഡിഗ്രീസ് ഫ്രം ഓക്സ്ഫോർഡ് ആൻഡ് കാംബ്രിഡ്ജ് ആൻഡ് ദി US കോൺഗ്രിഗേഷണൽ മെഡൽ. അദ്ദേഹത്തിൻ്റെ മറ്റു ബഹുമതികളാണ് 40ലധികം അദ്ദേഹത്തിന് ഹോണററി ഡിഗ്രീസ് കിട്ടിയിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ആയിട്ട് 40ലധികം ഹോണററി ബഹുമതികൾ ഡിഗ്രികൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല US കോൺഗ്രിഗേഷണൽ മെഡൽ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു അവാർഡും റോബർട്ട് ഫ്രോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്.
ഫ്രോസ്റ്റ് ഡൈഡ് ഇൻ 1863. 1863 റോബർട്ട് ഫ്രോസ്റ്റ് മരിക്കുന്നത്. ഹിസ് എപ്പിറ്റാഫ് കോട്ട്സ് ദി ലാസ്റ്റ് ലൈൻ ഫ്രം ഹിസ് പോം ദ ലെസൺ ഫോർ ടുഡേ. അദ്ദേഹത്തിൻ്റെ എപ്പിറ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ എഴുതി വെക്കുന്ന ഒരു സന്ദേശമാണ്. അത് ചിലപ്പോൾ അദ്ദേഹം തന്നെ എഴുതിയതാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ എഴുതിയതാവാം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇത്തരത്തിൽ ഒരുപാട് മികച്ച എപ്പിറ്റാഫുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊരു പ്രധാനപ്പെട്ട എപ്പിറ്റാഫാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ എപ്പിറ്റാഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ദ ലെസൺ ഫോർ ടുഡേ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള അവസാന ലൈനാണ്. ഐ ഹാഡ് എ ലവേഴ്സ് കോറൽ വിത്ത് ദ വേൾഡ്. ഐ ഹാഡ് എ ലവേഴ്സ് കോറൽ. ലവേഴ്സ് കോറൽ എന്ന് പറയുന്നത് ഒരു കാമുകിയും കാമുകനും ആകുമ്പോൾ ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് ഇണങ്ങും, വീണ്ടും പിണങ്ങും, വീണ്ടും ഇണങ്ങും, ഒരിക്കലും സ്ഥിരമായിട്ട് പിണങ്ങുന്നില്ല, പിണങ്ങും. അത്തരത്തിലുള്ള ഒരു വഴക്കാണ് ലവേഴ്സ് തമ്മിലുണ്ടാകുക. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഐ ഹാഡ് എ ലവേഴ്സ് കോറൽ വിത്ത് ദ വേൾഡ്. എനിക്ക് ഈ ലോകവുമായിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു വഴക്കാണ്. ഞാൻ ഈ ലോകവുമായിട്ട് ഇണങ്ങുകയും പിണങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എപ്പിറ്റാഫ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർമ്മിക്കുക. The poem originally appeared in the Atlantic Monthly in June 1936 and was included in the collection of poems titled A Further Range in 1936 with the subtitle On Being Put Out of Our Misery. അപ്പോൾ ഈ കവിതയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. നമ്മൾ പഠിക്കാൻ പോകുന്ന കവിതയുടെ പേര് എ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്നാണ്. ആ കവിത ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത് അറ്റ്ലാന്റിക് മന്ത്ലി എന്ന് പറയുന്ന ഒരു മാഗസിനിലാണ് ആ കവിത ആദ്യമായിട്ട് വരുന്നത്. 1936 ജൂണിലാണ് കവിത ആദ്യമായിട്ട് അറ്റ്ലാന്റിക് മന്ത്ലിയിൽ വരുന്നത്. പിന്നീട് 1936 തന്നെ അദ്ദേഹം പുറത്തിറക്കിയ എ ഫർദർ റേഞ്ച് എന്ന കവിതാ സമാഹാരത്തിൽ എന്തുണ്ട്, ഈ കവിത വീണ്ടും അച്ചടിച്ചു വന്നു. ആ കവിതാ സമാഹാരത്തിൽ എ ഫർദർ റേഞ്ച് എന്ന കവിതാ സമാഹാരത്തിൽ അത് അച്ചടിച്ചു വരുന്ന സമയത്ത് അതിനൊരു സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. ആ സബ് ടൈറ്റിലാണ് ഓൺ ബീയിങ് പുട്ട് ഔട്ട് ഓഫ് അവർ മിസറി. അപ്പോൾ ഈ ഒരു സബ് ടൈറ്റിലാണ് ഇത് അച്ചടിച്ചു വന്നത്. ഫ്രോസ്റ്റ് ഹാഡ് ഓൾസോ കൺസിഡേർഡ് ദ ടൈറ്റിൽ യൂത്തനേഷ്യ ഫോർ ദി പോം. ആദ്യമായിട്ട് അദ്ദേഹം ഈ കവിതയ്ക്ക് യൂത്തനേഷ്യ എന്ന ടൈറ്റിലാണ് കൊടുത്തിരുന്നത്. യൂത്തനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയാവധം എന്നാണ് അർത്ഥം. ദയാവധം, അതായത് ഒരാൾ വളരെയധികം എന്തെങ്കിലും രോഗം കൊണ്ട് സഫർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുരിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം അദ്ദേഹത്തെ വല്ല മരുന്നൊക്കെ കുത്തിവെച്ച് കൊന്നുകളയുന്ന ഒരവസ്ഥയാണ് ദയാവധം. അത് അദ്ദേഹത്തിനോടൊന്നും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിനോടൊരു ദയ കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തൊക്കെ അത് നിരോധിച്ചിട്ടുണ്ട്, എന്നാൽ പല രാജ്യത്തും അത് നിലവിലുണ്ട്. അതുകൊണ്ട് യൂത്തനേഷ്യ എന്നായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു കവിതയ്ക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്ന പേര്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഈ കവിത കേൾക്കുമ്പോൾ മനസ്സിലാവും. ദ പോം ഈസ് എ ക്രിട്ടിക് ഓഫ് മോഡേണൈസേഷൻ. ആധുനികത ഈ ലോകത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ് ഈ കവിത. അത് പാവപ്പെട്ട ആളുകളുടെ ജീവിതത്തെ ആധുനികത എന്ന കൺസെപ്റ്റ് എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ കവിതക്കകത്ത് പറയുന്നത്. നമ്മൾ കവിത വളരെ ഡീറ്റെയിൽ ആയിട്ട് ലൈൻ ബൈ ലൈൻ അനലൈസ് ചെയ്ത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. The stand is a painful symbol of a past that is diminishing, a proof of the decline of agricultural prosperity and an agrarian way of life, apparently simple, and the poem is dense with suggestions. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കവിത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആധുനികതയെ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിക്കാരൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു പഴയ കാലത്തിൻ്റെ പ്രതീകമാണ്. അതിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ പഴയ കാലം മാറി പുതിയ കാലമായിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയുടെ ദുരവസ്ഥയും കൃഷിക്കാരുടെ വളരെ വേദനാജനകമായ ജീവിതത്തിൻ്റെ ഒരു പ്രതീകവുമൊക്കെയാണ് ഈ കവിതയിൽ കാണാൻ സാധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ വലിയ അർത്ഥതലങ്ങൾ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ സിമ്പിൾ വാക്കുകൾക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ
ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫ്രോസ്റ്റിൻ്റെ എ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന കവിത നമുക്ക് പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.